ഗംഗാ നദീ സംരക്ഷണം വൈകാരികമായി ഉയർത്തിക്കൊണ്ട് നരേന്ദ്രമോദി ആവിഷ്കരിച്ച പദ്ധതിയാണ് നമാമി ഗംഗെ. ഗംഗാ നദീ സംരക്ഷണത്തിനായി 2014 തൊട്ട് ഇതുവരെയായി 22,500 കോടി ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് മോദിയുടെ കണക്ക് പുസ്തകത്തിലുള്ളത്. എന്നാൽ ഇതെങ്ങോട്ട് ഒഴുകിപ്പോയെന്നാണ് ഏവരും ചോദിക്കുന്നത്. ഇപ്പോഴിത് വീണ്ടും ചർച്ചയാവാൻ കാരണമുണ്ട്. അതിനു പിന്നിൽ ഹേമ മാലിനിയുടേതായ ട്വീറ്റാണുള്ളത്. നടിയും നർത്തകിയും സർവോപരി മധുര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള BJPയുടെ ലോക്സഭാ അംഗവും കൂടിയാണ് ഹേമ മാലിനി. ഗംഗാനദി സംരക്ഷണത്തിനായി ഹേമ മാലിനി നടത്തിയ നൃത്തമാണ് ട്വീറ്റിലുള്ളത്. 2014 മെയ്യിൽ വാരണാസിയിൽ നിന്ന് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഗംഗാനദി വീണ്ടെടുക്കുന്നതിനെ കുറിച്ചാണ് മോദി സംസാരിച്ചത്. ഗംഗാനദി ശുചിയാക്കാൻ സാധിച്ചാൽ രാജ്യത്തെ 40% ജനങ്ങൾക്ക് വലിയ സഹായകമാകും. അതുകൊണ്ട് തന്നെ ഗംഗ ശുചിയാക്കുക എന്നത് ഒരു സാമ്പത്തിക അജണ്ടയാണെന്നായിരുന്നു മോദിയുടെ വാദം. उसकी सफाई के लिए 600 करोड़ रुपए से अधिक का आधुनिक इंफ्रास्ट्रक्चर तैयार किया जा रहा है. ഇതിന്റെ തുടർച്ചയായി നദി ശുചിയാക്കുന്നതിനായി 2019-2020 വരെ 20,000 കോടി രൂപ ചെലവിടുന്നതിനുള്ള കർമ്മ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഇത് പൂർണ്ണമായും കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ്. ഇതോടൊപ്പം ജൈവ വൈവിധ്യ സംരക്ഷണം, വനവൽക്കരണം, ജലമേന്മ നിരീക്ഷണം എന്നിങ്ങനെ വിവിധ പദ്ധതികൾ പറഞ്ഞു കേട്ടിരുന്നു. എല്ലാം ജലരേഖയായി. എന്തുകൊണ്ടാണ് നമ്മുടെ വികസന പദ്ധതികളൊന്നും പച്ചപിടിക്കാത്തത്? സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞു കിടക്കുന്ന പദ്ധതികളൊന്നും ഈ മണ്ണിൽ മുളക്കുന്നില്ല.